ഇടവൻ രാശിക്കാർ എത്ര കഠിനാധ്വാനം ചെയ്താലും ഇവർക്ക് വലിയ ഗുണമൊന്നും ലഭിക്കാതെ പോകുന്നു. എന്നാൽ ഇടവക്കൂറിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ഇനി മുതൽ ഒരുപാട് നേട്ടവും ഒരുപാട് സൗഭാഗ്യങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. എങ്ങനെയുള്ള സൗഭാഗ്യമെന്ന് ചോദിച്ചാൽ ധനപരമായി ഇവർക്ക് ഒരുപാട് നേട്ടമുണ്ടാക്കാൻ സാധ്യമാകും. ധനപരമായിട്ടുള്ള ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിക്കിട്ടുക തന്നെ ചെയ്യും. ഇവർ ആശിച്ച ജോലിയൊക്കെ ഇവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായി വലിയൊരു നേട്ടത്തിലേക്ക്, വലിയൊരു ഭാഗ്യത്തിലേക്ക് ഇവർ എത്തിച്ചേരും. ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ ഈ കഠിനാധ്വാനികൾക്ക് ഇനി സാധ്യമാകുന്ന സമയമാണ്. ഒരുപാട് നേട്ടമുണ്ട്, ഒരുപാട് ഭാഗ്യമുണ്ട്. പഴയകാല നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം നിങ്ങൾക്ക് ലഭിക്കും. ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനൊരു സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഉയർച്ചയാണ്, ഭാഗ്യമാണ്, നേട്ടമാണ്. അടുത്തത് മിഥുന രാശിക്കാരാണ്. മിഥുന രാശിക്കാരെ സംബന്ധിച്ചും ഏറ്റവും അധികം ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ മാറുകയാണ്. ഒരുപാട് നേട്ടത്തിലേക്ക്, ഭാഗ്യത്തിലേക്ക്, ഉയർച്ചയിലേക്ക് ഇവരെത്താൻ പോവുകയാണ്. മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർത്തത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമയം തന്നെയാണ്. ആശകളൊക്കെ നേടുന്ന സമയം. ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടം, ഭാഗ്യം, ഉയർച്ചയൊക്കെ വന്നു ചേരും. വളരെ കാലമായി അലട്ടിയിരുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്.